VBG റാംജിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ്. മഹാത്മാഗാന്ധിയുടെ പേര് പോലും കേന്ദ്ര സർക്കാരിന് ഇഷ്ടമല്ലെന്നും പ്രധാനമന്ത്രിയുടെ വൺമാൻ ഷോയാണ് രാജ്യത്ത് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. This is an attack on the infrastructure of those states because Narega used to build infrastructure. And this is the decimation of Indian labor because Manrega used to guarantee a minimum floor. So it is a devastating attack on the states, on poor people of this country, and it is carried out by the Prime Minister single-handedly, much like Notbandi was, and it is going to benefit Mr. Adani in full measure. അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ തത്സമയം ചേരുന്നുണ്ട്. അച്യുതൻ, ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന് പകരമായി ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്ന VBG റാംജി, അതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സുപ്രധാനമായ ബില്ല് സഭയിലുള്ളപ്പോൾ ഇരുവരും, അതിപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അത് മറച്ചുവെക്കുന്നില്ല. എങ്കിൽ കൂടി ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ വലിയൊരു പ്രതിഷേധമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരികയാണല്ലേ? പ്രജിൻ, തീർച്ചയായിട്ടും ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ VBG റാംജി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായിട്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. അടുത്ത മാസം 5 മുതൽ തന്നെ ഈ പ്രതിഷേധ പരിപാടികൾ അത് ആരംഭിക്കും. ഈ നിയമം പിൻവലിക്കുന്നതുവരെ പോരാട്ടം തുടരും എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. രാജ്യത്തെ ദരിദ്രർക്ക് വേണ്ടിയായിരുന്നു ഈ പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ കുത്ത കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്കാണ് നിയമം വളച്ചൊടിച്ചിരിക്കുന്നത് എന്ന ആരോപണം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ നിയമം അതിന്റെ ഗുണഭോക്താവായി മാറുന്നത് അദാനിയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. എന്തായാലും വിഷയം ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടെടുത്താണ്. ഒരു വൺ മാൻ ഷോയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് എന്ന രൂക്ഷ വിമർശനം കൂടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രജിൻ, അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.